ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. അതായത് ഇന്നലെ നമ്മൾ ചെയ്ത ക്രിസ്മസ് ട്രീയിലേക്ക് നമ്മൾ ഈ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് അതിൽ ചുറ്റിയെടുക്കാനായിട്ടൊരു മാലയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഗോൾഡൻ കളറിലെ ബീഡ്സ് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ വുളൻ ത്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ത്രെഡും എടുക്കാം. സാധാരണ നൂലെന്ന് പറഞ്ഞാൽ ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കട്ടിയുള്ള വുളൻ ത്രെഡോ അല്ലെ ഫിഷിംഗ് ത്രെഡോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അല്ലെ പോളിസ്റ്റർ ത്രെഡ് ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ബീഡ്സ് ഇതിനകത്തോട്ട് കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കോർത്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വുളൻ ത്രെഡിൻ്റെ അറ്റത്ത് പശ തേച്ച് ഒന്ന് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മുത്തിനകത്ത് കൂടി കോർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ട്രീ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന DIY ക്രിസ്മസ് ട്രീ ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കയറി കാണുക. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള നീളത്തിൽ നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് ലെങ്ത്തിലാണ് എടുക്കുന്നത്. എൻ്റെ ട്രീ എന്ന് പറഞ്ഞാൽ ചെറിയ ട്രീ ആണെന്നാലും കുറച്ച് ലെങ്ത്തിലാണ് മുത്തുകൾ കോർത്തെടുക്കുന്നത്. ഇങ്ങനെ ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല. സാധാരണ നമ്മളെങ്ങനെയാണ് മുത്ത് കോർത്തെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കോർത്തെടുക്കുകയാണ്. സിൽവർ കളർ ബീഡ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. ആ ഗ്രീൻ കളർ ക്രിസ്മസ് ട്രീയിൽ എനിക്ക് തോന്നുന്നു സിൽവർ കളറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഗോൾഡൻ കളറും കുഴപ്പമില്ല. ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ബീഡ്സ് എല്ലാം നമ്മൾ നൂലിലോട്ട് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടറ്റത്ത് നമ്മളൊന്ന് ജസ്റ്റ് കെട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ നിങ്ങളുടെ ട്രീയുടെ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീയിലോട്ട് ചുറ്റി കൊടുക്കാനായിട്ട് പോകുവാണ്. അപ്പം നമുക്ക് കടയിൽ ഇതിൻ്റെ സിൽവർ ടൈപ്പ് വാങ്ങിക്കാൻ കിട്ടും. ഗോൾഡൻ ടൈപ്പ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഗോൾഡൻ ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ക്രിസ്മസ് ട്രീയിലോട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കാം. ഈ ഒരു തോരണത്തിൻ്റെ ഇടയിലായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ നീളത്തിൽ എടുക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ലെയർ ചുറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നീളത്തിൽ ചെയ്തേക്കുന്നുണ്ട്. എനിക്ക് ജസ്റ്റ് 3 ലെയർ ചുറ്റാനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് അധികം ലെങ്ത്തിൽ എടുക്കാമെങ്കിൽ കുറച്ചും കൂടി ചുറ്റിയെടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് വരും. ഇനിയിപ്പോൾ ഇതിൽ എക്സ്ട്രാ നമ്മൾ ചെയ്തെടുക്കുന്ന ഡെക്കറേഷൻ വരാനുള്ളതുകൊണ്ടാണ് ഈ ഒരു 3 ലെയറിൽ ഒതുങ്ങുന്ന പോലെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സീരീസിനകത്ത് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.